ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും മുകേഷിൻ്റെ കേസും രണ്ട് പശ്ചാത്തലത്തിലുള്ളതാണെന്ന് വാദിക്കുകയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ്. മറ്റാരുമല്ല, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, അവരുടെ സംസ്ഥാന നേതാവായ ലസിത നായരാണ് ഇതിനെ ഈ രീതിയിൽ താരതമ്യം ചെയ്യുന്നത്. രാഹുലിൻ്റേത് അതിതീവ്രമായ പീഡനവും മുകേഷിൻ്റേത് തീവ്രത കുറഞ്ഞതുമാണ്. മുകേഷിൻ്റേത് പീഡനമാണെന്ന് CPM അംഗീകരിച്ചിട്ടില്ലെന്നും ലസിത പറഞ്ഞു. വളരെ ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. കൃത്യമായ തെളിവുകളും പരാതികളുമുള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടിയെടുക്കാറുണ്ട്. അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തത് കൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നു. ഒരു പരനാറി തള്ള, പിണറായി വിജയന്റെ ഭാഷയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പരനാറി തള്ള വന്നിരുന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുകയാണ്. ഏത് PK ശ്രീമതിയും AK ബാലനും P ശശിയുടേത് തീവ്രത ആണെന്നല്ലോ. എത്ര ഇഞ്ചാണ് അകത്തോട്ട് കയറിയത്? ഇവിടെ വരെ കയറി. ബാക്കി ഇത്ര ഉണ്ടായിരുന്നു. ഇത്ര ഭാഗം ലിംഗം ഇത്ര യോനിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ PK ശ്രീമതിയും AK ബാലനും AKG സെന്ററിലുള്ള ആ തീവ്രത അളക്കുന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് മുകേഷിൻ്റെതും അളന്നു നോക്കി. മുകേഷിന്റെ അളന്നപ്പോ ഇവിടെ വരെ കയറിയിട്ടുണ്ട്. അതായത് ഇത്ര ഭാഗം എന്ന് പറഞ്ഞാൽ ശശിയെക്കാളും ഒരു പൊടിക്ക് കൂടുതൽ അകത്തോട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ഇത്ര ഭാഗം പുറത്തുണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത്ര തുള്ളിയെ അകത്ത് പോയുള്ളൂ. 2 തുള്ളി അതിൽ നിന്ന് പുറത്തേക്കാണ് പോയത്. മുകേഷിന്റെ ശുക്ലത്തിൽ ഈ പറയുന്ന ബീജത്തിന്റെ എണ്ണം കുറവായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഉളുപ്പില്ലാത്ത തള്ള വന്നിരുന്ന് ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പാർട്ടി അംഗീകരിച്ചില്ല എന്ന്. എന്ത് നാണക്കേടാണോ പറയുന്നത്? നിങ്ങളാണോ സ്ത്രീകളുടെ സംരക്ഷകർ? ആഹാ, കൊള്ളാം. റിനി ആഞ്ചർജൊക്കെ കയറിപ്പോയ സ്ഥലം കൊള്ളാം. ഇനി പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമ്പോ സൂക്ഷിച്ചോളൂ, നന്നായിട്ട് സൂക്ഷിക്കണം. പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കാൻ പോകുന്നവർ സൂക്ഷിച്ചോളൂ. അവിടെ നിങ്ങൾക്ക് വാതിൽ തുറന്നു തരുന്നത് P ശശിയാണ്. ആ P ശശിയുടേത് 1 ഇഞ്ച് ബാക്കിയുണ്ടായിരുന്നു അകത്ത് കയറാൻ. ശശിയുടേത് പൂർണ്ണമായിട്ടും കയറിയിട്ടില്ല, 1 ഇഞ്ച് ബാക്കി ഉണ്ടായിരുന്നു. മുകേഷിൻ്റെത് 3/4 ഇഞ്ച് ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് പൂർണ്ണമായിട്ടും അകത്ത് കയറി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതില് തുള്ളികൾ എല്ലാം അകത്ത് പോയി. ഒരു തുള്ളി പോലും വേസ്റ്റ് ആയില്ല, ഒന്നും പുറത്തു പോയില്ല. മുകേഷിൻ്റെതും ശശിയുടേതും ഒക്കെ ആ തത്രപ്പാടില് അറിയാതെ 2-3 തുള്ളികൾ പുറത്തേക്കാണ് പോയത്. ഇതാണ് ന്യായീകരണം, ഇതാണ് മാനദണ്ഡം. ഞാൻ പറയുന്നു, കോൺഗ്രസ്സുകാരെ നിങ്ങളും വാങ്ങി വെക്കണം. ദയവ് ചെയ്തിട്ട് ഈ മെഷീൻ എവിടെ നിന്നാണ് AKG സെന്ററിലേക്ക് എത്തിച്ചത് എന്ന് എനിക്കറിയില്ല. അവരോട് നിങ്ങൾ ചോദിക്കുക, ഗോവിന്ദനെ വിളിച്ചൊന്ന് ചോദിക്കുക, നിങ്ങൾ എവിടുന്നാണ് വാങ്ങിയത്? ഈ തീവ്രത അളക്കുന്ന മെഷീൻ എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയത് എന്ന് ഗോവിന്ദനെ വിളിച്ച് ചോദിക്കുക. എന്നിട്ട് ആ തീവ്രത അളന്ന മെഷീൻ ഒരെണ്ണം നിങ്ങളും ഓർഡർ ചെയ്യുക. ഇനി ഓൺലൈനിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യുക. അഡ്രസ് കൊടുക്കുമ്പോൾ KPCCയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അഡ്രസ്സിലേക്ക് ഈ സാധനം വരുത്തുക. എന്നിട്ട് അത് അവിടെ വെക്കുക. AKG സെന്ററിൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന 2 വ്യക്തികളാണുള്ളത്. ഒന്ന് AK ബാലനും ഒന്ന് PK ശ്രീമതിയും. അതുപോലെ 2 പേർക്ക് നിങ്ങൾ 2 പേർക്ക് ട്രെയിനിങ് കൊടുക്കുക, അളക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുക. അതിന്റെ മാനദണ്ഡം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഉദ്ധരിച്ചതിന് മുൻപാണോ അളക്കുന്നത്, ഉദ്ധരിച്ചതിന് ശേഷമാണോ അളക്കുന്നത്, അതോ ശുക്ലം പോയി കഴിഞ്ഞതിന് ശേഷമാണോ അളക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും ഗോവിന്ദനോട് ചോദിച്ചാൽ ഗോവിന്ദൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഈ മെഷീൻ ഒരെണ്ണം വാങ്ങിയിട്ട് നിങ്ങളും ഇതുപോലെ അളക്കാൻ ഇറങ്ങുക. എന്നിട്ട് അളന്നിട്ട് നിങ്ങൾ പറയുക, ഇത്ര സെന്റിമീറ്റർ അകത്ത് കയറി, ഇത്ര സെന്റിമീറ്റർ പുറത്തുണ്ടായിരുന്നു,
ഒരു 2 സെന്റിമീറ്റർ പുറത്താണ്, അതുകൊണ്ട് തീവ്രത കുറവാണ് എന്ന് നിങ്ങൾ പറയുക. ദയവ് ചെയ്തിട്ട് നിങ്ങളെങ്കിലും ആ ഒരു മാതൃകയെങ്കിലും നിങ്ങൾ പിൻപറ്റുക. അത് നിങ്ങളും ഒരു മാനദണ്ഡമാക്കണമെന്ന് മാത്രമേ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങളൊന്ന് ചെയ്യണം. അതല്ലാതെ ആരോപണങ്ങൾ വരുമ്പോഴേക്കും തീവ്രത അളക്കുന്നതിന് മുമ്പ്, ശുക്ലത്തിലെ ബീജത്തിന്റെ എണ്ണം കൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നടപടി എടുക്കല്ലേ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ നടപടി എടുക്കല്ലേ. ഇതൊക്കെ ചെയ്ത് ആ മെഷീൻ വാങ്ങി പഠിച്ച് എങ്ങനെയാണ് അതിന്റെ ഉപയോഗമെന്ന് പഠിച്ച് അതിൽ ശുക്ലത്തിന്റെ ബീജത്തിന്റെ അളവൊക്കെ നന്നായിട്ടൊന്ന് കൗണ്ട് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്തി എല്ലാം ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ എഴുതി രേഖപ്പെടുത്തുക. തീവ്രത 5.3, മറ്റാളുടേത് 5.6, മറ്റൊരുത്തിൻ്റെത് 6 എന്നൊക്കെ നിങ്ങൾ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുക. അതിനുശേഷം മാത്രം നിങ്ങൾ നടപടിയെടുക്കുക. ഇനി 1 സെന്റിമീറ്റർ അകത്ത് കയറാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ നടപടിയെടുക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി കോൺഗ്രസ്സുകാർ ചെയ്യണം. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏതൊക്കെ കോടതികൾ തീരുമാനിച്ച് കണ്ടെത്തിയാലും, പീഡനം നടന്നു എന്ന് കണ്ടെത്തിയാലും അതിനെ ചോദ്യം ചെയ്യാൻ പാർട്ടി കോടതികൾ ഉണ്ടാക്കണം. എന്നിട്ട് പാർട്ടി കോടതി അംഗീകരിച്ചാൽ മാത്രമേ അത് പീഡനമാകൂ എന്ന് നിങ്ങൾ അങ്ങോട്ട് തട്ടിവിടണം. എന്നിട്ട് ഈ പറയുന്ന സ്ത്രീകളുടെ സുരക്ഷയും അവരുടെ സംരക്ഷണമൊന്നും ഒരു മാനദണ്ഡമേ അല്ല. പാർട്ടി തീരുമാനിക്കുകയാണ്. പീഡനം നടന്നിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞാൽ പാർട്ടി പറഞ്ഞതുപോലെ പീഡനം നടന്നിട്ടില്ല. ഇനി അത് മാസങ്ങൾ 10 കഴിയുമ്പോൾ പ്രസവിച്ചാലും പീഡിപ്പിച്ചിട്ടില്ല. പക്ഷേ ഏതുപോലെ ആലപ്പുഴയിൽ ഉണ്ടായില്ലേ ഒരു വനിതാ സഖാവ്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി പീഡിപ്പിച്ച വനിതാ സഖാവ് ഉണ്ടായില്ലേ? അന്വേഷിച്ചിട്ട് പാർട്ടി കണ്ടെത്തി പീഡിപ്പിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് വനിതാ സഖാവ് പറഞ്ഞത് പച്ചനുമയാണെന്ന് കണ്ടെത്തി. പക്ഷെ വനിതാ സഖാവ് 10 മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു. അപ്പോ വനിതാ സഖാവിനെതിരെ നടപടിയെടുത്തു ഏരിയ കമ്മിറ്റി. എന്താണ്? വനിതാ സഖാവ് ഈ പാർട്ടിയുടെ ആ കോഡ്, പാർട്ടിയുടെ ചട്ടം അത് ലംഘിച്ചു, ചട്ടലംഘനം നടത്തി, പാർട്ടിയുടെ അതിർവരമ്പുകൾ ഭേദിച്ചു. അതുകൊണ്ട് വനിതാ സഖാവിനെതിരെ നടപടിയെടുക്കണം. പക്ഷേ പീഡിപ്പിച്ച പാർട്ടി സെക്രട്ടറി അപ്പോഴും പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് തന്നെ ആ കസേരയിൽ തന്നെ ഇരിക്കണം. ഇത് നിങ്ങൾ കോൺഗ്രസ്സുകാരെ നിങ്ങളൊന്ന് പഠിക്ക്. നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്ക്. നിങ്ങൾ മാതൃകയാക്ക് ഇതിനെ. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ മാതൃകയാക്ക്. എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതുപോലെയുള്ള കുറെ തള്ളമാരെ നിങ്ങൾ നിരത്തിയിരുത്തണം. എന്നിട്ട് ആ തള്ളമാര് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയണം 2 സെന്റിമീറ്റർ അകത്ത് കയറാൻ ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് അത് തീവ്രത കുറവാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലേത് പൂർണ്ണമായും അകത്ത് കയറി അത് തീവ്രത കൂടിയതാണ്. അതുകൊണ്ട് പാർട്ടി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. മുകേഷിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മുകേഷ് പീഡിപ്പിച്ച സ്ത്രീ അത് സ്ത്രീയല്ല, ആയിര സ്ത്രീയല്ല. അവിടെ സ്ത്രീ സംരക്ഷണമില്ല, അവിടെ സ്ത്രീകളുടെ സുരക്ഷയില്ല, ഒന്നുമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോ അവിടെ സ്ത്രീയാണ്, സ്ത്രീ സംരക്ഷണമാണ്, സ്ത്രീകളുടെ അവകാശങ്ങളാണ്. ആനയാണ്, ചേനയാണ്, മാങ്ങയാണ്. എനിക്കിപ്പോ ഒരു സംശയമുള്ളത്, ഈ തള്ളയെ ഒന്ന് നന്നായിട്ട് പരിശോധിക്കുന്നത് നല്ലതാ. സ്ത്രീയാണോ ഇനി മറ്റു വല്ലതുമാണോ എന്നുള്ളത് അപ്പൊ അറിയാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാ ഇതൊക്കെ സാധിക്കുന്നത്? ഇങ്ങനെയൊക്കെ നാവിനെല്ലില്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വാദങ്ങൾ നിരത്തുന്നത് എന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഖാക്കളായിട്ടുള്ള ആരുടേതും ആ സാധനം, ഈ ലിംഗം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അകത്തോട്ട് കയറില്ല. എപ്പോഴും അവർ അതിന് വേണ്ടിയിട്ട് തീവ്രത കുറക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ ഒക്കെ പുറത്ത് നിർത്തും. അത് ഒരു പ്രിക്കോഷൻ ആണ്. നമ്മൾ സാധാരണഗതിയിൽ കോണ്ടം ഒക്കെ യൂസ് ചെയ്യും. എന്തിനാ? ഗർഭിണി ആവാതിരിക്കാൻ കോണ്ടം ഒക്കെ യൂസ് ചെയ്യും. അതുപോലെ ഇത് പീഡനമാകാതിരിക്കാൻ ഒരു പ്രിക്കോഷൻ ആണ്. എന്ത്? സഖാക്കള് പീഡിപ്പിക്കുമ്പോൾ ഒരു 1/2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ അത് പുറത്ത് തന്നെ, പൂർണ്ണമായിട്ടും അകത്തോട്ട് കയറ്റില്ല. അങ്ങനെ അകത്തോട്ട് പൂർണ്ണമായിട്ട് കയറ്റിയാൽ മാത്രമേ അത് പീഡനമാകുകയുള്ളൂ. അല്ലെങ്കിൽ അത് തീവ്രത കുറഞ്ഞതാണ്, അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല.
പൂർണ്ണമായിട്ട് കയറിയാൽ മാത്രമേ അത് പീഡനമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. ഞങ്ങൾ അംഗീകരിക്കാത്ത കാലത്തോളം ഏത് കോടതി പറഞ്ഞാലും ഏത് നിയമ സംവിധാനങ്ങൾ പറഞ്ഞാലും അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾക്ക് കോടതി പറഞ്ഞത് കൊണ്ട് മാത്രം സ്ത്രീ സംരക്ഷണമില്ല. ഞങ്ങളുടെ ആൾക്കാർ പീഡിപ്പിച്ചാല് അവരെപ്പോഴും 1 സെന്റിമീറ്റർ പുറത്ത് വെച്ചിട്ടേ പീഡിപ്പിക്കുകയുള്ളൂ. അത് പീഡനമാകില്ല. അതുകൊണ്ട് അവിടെ സ്ത്രീ സംരക്ഷണമില്ല, അവിടെ സ്ത്രീകളില്ല, അവിടെ സ്ത്രീകളുടെ അവകാശങ്ങളില്ല, അവർക്കുള്ള മര്യാദകളില്ല, ഒന്നും തന്നെയില്ല. ഈ പറയുന്ന ഒരു റൂള് ഏത് പീഡനമാകണമെങ്കിൽ പൂർണ്ണമായിട്ടും അകത്ത് കയറ്റണം. ഒരു പീഡിപ്പിക്കുമ്പോ 1 സെന്റിമീറ്റർ പുറത്ത് നിർത്തിയാൽ അത് പീഡനമാകില്ല. ഈ റൂള് നമ്മൾ കേരളത്തിലെ സമൂഹങ്ങള് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ BJP-ക്കാരൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. കാരണം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ, ക്യാപ്സ്യൂളുകൾ ഇതുപോലെയുള്ള ആളുകളെയും കൂടെ കൊണ്ടു നടക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ പ്ലീസ് ഗോവിന്ദനെ വിളിക്ക്, ഒന്ന് സംസാരിക്ക്, മെഷീൻ വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്ക്. ആ മെഷീൻ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാ അളക്കുന്നത്, അത് എപ്പോഴാണ് അളക്കുന്നത്, ഉദ്ധരിക്കുന്നതിന് മുമ്പാണോ ഉദ്ധരിക്കുന്നതിന് ശേഷമാണോ, ശുക്ലം പോയതിന് ശേഷമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് 2 പേർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ട് അതിനുവേണ്ടി നിയമിക്ക്. അവിടെ VK ശ്രീമതിയും AK ബാലനും ഉള്ളതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലും ആരെങ്കിലും ഇതൊക്കെ പഠിച്ചു വെക്കുന്നതും ഇങ്ങനെ ഒരു മെഷീൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതും നല്ലതാണ്.